ഹലോ, മമ്മീസ് വേൾഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് കുട്ടികൾക്കൊക്കെ ലഞ്ച് ബോക്സ് കൊടുത്തു വിടാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയുമായിട്ടാണ്, ടൊമാറ്റോ റൈസ്. അപ്പോൾ എങ്ങനെയാണ് ഈ ടൊമാറ്റോ റൈസ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തിട്ട് വേണം ഈ വീഡിയോ കാണാൻ. അപ്പോൾ എങ്ങനെയാണ് ഈ ടൊമാറ്റോ റൈസ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാൻ കുക്കറിലാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ ഒരു കുക്കർ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഓയിലാണ് എടുത്തേക്കുന്നത്. ചൂടായി വന്നതിന് ശേഷം ഇതിലേക്ക് ഒരു 1/2 സ്പൂണ് കടുക് ചേർത്ത് കൊടുക്കാം. കടുകൊക്കെ നന്നായിട്ട് പൊട്ടി വന്നതിന് ശേഷം 1/2 സ്പൂണ് വലിയ ജീരകം, 1 ഏലക്ക, ഒരു ചെറിയ കഷ്ണം കറുവപ്പട്ട, ഒരു 2 ഗ്രാമ്പു, അതിലേക്ക് ഞാൻ ഒരു വലിയ സവോള ചെറുതായിട്ട് കട്ട് ചെയ്ത് അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ചതച്ചെടുത്തത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളി ഞാൻ ചതച്ചാണ് എടുത്തേക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടെങ്കിൽ അതും ചേർക്കാം. ഇതും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. കൂടെ എരിവിനാവശ്യമായി ഒരു പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഒന്ന് ചെറുതായിട്ട് വഴന്ന് വന്നതിന് ശേഷം ഇതിലേക്ക് ഒരു 2 കറിവേപ്പില, ഒരു 2 തണ്ട് മല്ലിയില, ഇത്രയിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി നമ്മുടെ തക്കാളി ചോറിൻ്റെ മെയിൻ ഐറ്റമായ തക്കാളി, ഞാൻ 2 പഴുത്ത തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ തക്കാളി അരച്ചും ചേർക്കാം. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഈ ഒരു സമയത്ത് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 1/2 സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് ഇതൊന്ന് വഴറ്റി വെന്തുടച്ചെടുക്കണം. ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. ഇപ്പം നന്നായിട്ട് തക്കാളി ഉള്ളിയെല്ലാം നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഈ സമയത്ത് നമുക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതിലേക്ക് ഒരു 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി, ഒരു 1/2 സ്പൂണ് ഗരം മസാല, അതിനുശേഷം ഒരു നുള്ളു മുളക് പൊടി, കാരണം നല്ല എരിവുള്ള മുളക് പൊടിയാണ്. അപ്പോൾ നിങ്ങളെടുക്കുന്ന മുളക് പൊടിയൊക്കെ അനുസരിച്ച് നിങ്ങളുടെ അളവ് കൂട്ടാം. മുളക് പൊടിയും കൂടിയിട്ട് പച്ച മണം മാറി വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം ഇനി ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 ഗ്ലാസ് അരിയാണ് എടുത്തേക്കുന്നത്. 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ എടുത്തേക്കുന്നത് പൊന്നി റൈസാണ്. അപ്പോൾ 1 ഗ്ലാസ്സിന് 2 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർക്കുമ്പോൾ നേരത്തെ ചേർത്തത് പ്രത്യേകം ഓർക്കണം. ഇനി ഞാൻ 1 ഗ്ലാസ് പൊന്നിയരി 1/2 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ സമയത്ത് വേണമെങ്കിൽ ബിരിയാണി അരി ആണെങ്കിലും ചേർക്കാം. ഇനി ഊറ്റി വെച്ച അരി വെള്ളം നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം 1 മിനിറ്റ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഈ സമയത്ത് ഉപ്പിനി ആവശ്യം ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. കുക്കർ അടച്ച് വെച്ച് ഹൈ ഫ്ലെയിമിൽ 1 വിസിലും ലോ ഫ്ലെയിമിൽ 2 വിസിലും അടിച്ചെടുക്കാം. അതിനുശേഷം എയറെല്ലാം പോയതിന് ശേഷം കുക്കർ തുറന്ന് നോക്കിയാൽ നല്ല അടിപൊളി തക്കാളി ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ 3 വിസിലാണ് എനിക്ക് ആവശ്യമായിട്ട് വന്നത്. ചോറ് ഒട്ടിപ്പിടിക്കാത്ത നല്ല അടിപൊളി തക്കാളി ചോറ് തയ്യാറായിട്ടുണ്ട്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ലഞ്ച് ബോക്സിൽ കൊടുത്തു വിടാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയാണിത്. അപ്പോൾ നിങ്ങൾ ഈ രീതിയിലൊക്കെ ഒന്ന് തയ്യാറാക്കി നോക്കുക. ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഒപ്പം ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക കൂടി ചെയ്യുക. അപ്പോൾ അടുത്ത നല്ലൊരു റെസിപ്പിയുമായിട്ട് വരാം. അതുവരെയും ബായ്.